മനസ്സിലോക്ക്. എങ്ങനെ ഈ ജനം ഇളകി വശാകാതിരിക്കുമെന്ന് നോക്ക്. ആ നീട്ടിപ്പിടിച്ച കരങ്ങളിലൂടെ ആ വടി നീട്ടിയപ്പോൾ ഇരു കരങ്ങളായി മാറി ഈ ചെങ്കടൽ രണ്ടായി വിഭജിച്ച് അതിനുള്ളിലൂടെ ഈ ജനം മുഴുവൻ അക്കരെ കടന്നുവെങ്കിൽ അവരോടൊപ്പം അദൃശ്യനായ ദൈവം അവരുടെ മുമ്പിൽ മോശയോടൊപ്പം സഞ്ചരിച്ചില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് തലമുറകളോട് പങ്കുവെച്ച ഈ കഥ മാത്രമല്ല, ഈ മനോഹരമായ സംഭവം അവർ ഓരോ വർഷവും അനുഷ്ഠിച്ചത് പെസഹ തിരുനാളിൽ തന്നെയാണ്. കടൽ കടന്ന് അക്കരയെത്തി മോശ ദൈവാരാധന നടത്തിയപ്പോൾ അവനും പറഞ്ഞത് ഇതാണ്: കുതിരയെയും കുതിരക്കാരനെയും കടലിൽ മുക്കിക്കുന്നവരെ നമുക്ക് ആരാധിക്കാം. ഇത് കണ്ടാൽ ഒരു കടൽ രണ്ടായി വിഭജിച്ചു എന്ന് ആ ജനത്തിനും പറഞ്ഞു പഠിപ്പിച്ച ആ ചരിത്രം മുഴുവൻ കേട്ടാൽ എങ്ങനെയാണ് അവർ ഇളകി വശാകാതിരിക്കുന്നത്? ഇന്നിവിടെ കാണുന്നത് പുതിയ നിയമത്തിൽ കണ്ടത് എന്താണ്? ജനസഞ്ചയങ്ങൾ മുഴുവൻ, ജനസാഗരത്തെ അവൻ രണ്ടായി കീറി മുറിച്ച് സാക്ഷാൽ ദൈവപുത്രൻ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുമ്പോൾ അവർക്ക് എങ്ങനെ ഇളകിയാളാതിരിക്കാനാവും? ഇതാണ് ഈ ഹോശാന. പഴയ നിയമത്തിൽ ചെങ്കടൽ വിഭജിച്ച് അവരോടൊപ്പം മോശയോട് ചേർന്ന് അദൃശ്യനായ ദൈവം അവരോടൊപ്പം സഞ്ചരിച്ചുവെങ്കിൽ ഇവിടെ നാം കാണുന്നത് ജനസാഗരത്തെ വകഞ്ഞു മാറ്റി അതിന്റെ നടുവിലൂടെ കഴുതപ്പുറത്തിറങ്ങുന്ന സാക്ഷാൽ ദൈവപുത്രനെയാണ്. പഴയ നിയമത്തിൽ അദൃശ്യനായ ദൈവം അവരോടൊപ്പം സജീവ സാന്നിധ്യമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ എന്നും നമ്മോടൊപ്പമുള്ള നമ്മുടെ രക്ഷകനായ മെസ്സിഹ അവരോടൊപ്പം ഈ ജനസാഗരത്തെ കീറി മുറിച്ച് അവരുടെ നടുവിലൂടെ ഈ ദേവാലയാങ്കണത്തിലേക്ക് വരുന്നു. വളഞ്ഞ വരകളിലും നേരെ എഴുതുന്നവനാണ് എന്റെ ദൈവമെന്ന് ആ അഭിവന്യ പിതാവിന് ബോധ്യമുണ്ടായിരുന്നതിനാലാണ് ദീർഘമാണെന്ന് നമ്മൾ പറയുമെങ്കിലും 13 വർഷത്തോളം സന്തോഷത്തോടെ തടവറയിൽ കഴിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: വളഞ്ഞ വരകൾ മേലെ നേരെ എഴുതുന്ന ദൈവം തമ്പുരാന്റെ അനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനാവും. വളഞ്ഞ വരകളിലും നേരെ എഴുതുന്നവനെ ആരാധിക്കാനാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ വേദനകളോ ആകുന്ന വലിയ സമുദ്രം പോലെ നമുക്ക് തോന്നുന്ന ഇവയൊക്കെ കീറി മുറിച്ച് അതിനുള്ളിലൂടെ അതിന്റെ മധ്യേ മിശിഹായെ സഞ്ചരിക്കാൻ നമുക്ക് ഇന്നും അനുവദിക്കാം. കാരണം ജെറുസലേമിൽ അവൻ വന്നത് ജനസാഗരത്തെ കീറി മുറിച്ച് അവർക്കിടയിലൂടെ ശാന്തമായി വന്ന മിശിഹായാണ്. ഇന്ന് നമുക്ക് ആഘോഷിക്കുന്ന ഈ ദിവസം ഇത് തന്നെയാണ്. ജനസാഗരത്തെ കീറി മുറിച്ച് അവരുടെ ഇടയിലൂടെ ശാന്തമായി കഴുതപ്പുറത്തേറി വന്നവൻ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ പകുത്തു മാറ്റി അതിനുള്ളിലൂടെ കടന്നു വരാൻ ഞാനും നിങ്ങളും അനുവദിക്കണം. വളഞ്ഞ വരകളിൽ നേരെ എഴുതുന്ന ദൈവം തമ്പുരാനെ നമ്മുടെ ജീവിതത്തിന്റെ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ചാരുകീറി